ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യാന്തര വാർത്തയിലേക്കാണ് നിരീക്ഷകൻ ഇന്ന് കടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ വിമർശിക്കുന്ന UN പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പാകിസ്ഥാൻ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇന്ത്യ താലിബാൻ ബന്ധത്തെക്കുറിച്ച് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ ഈ പുതിയ പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കുകയാണ്. താലിബാൻ സർക്കാരിന് പിന്തുണ നൽകുന്ന ഒരു ഫോറിൻ പോളിസിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതിന് ശേഷം താലിബാൻ അവിടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ താലിബാൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നില്ല തുടക്കത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ സന്തോഷമായിരുന്നു ഈ താലിബാൻ അവിടെ അധികാരത്തിലെത്തി എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാനും താലിബാൻ ഭരണകൂടവും തമ്മിൽ ഭിന്നത വളരെ ശക്തമായി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന, അത് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ഭീകര സംഘടന പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനുണ്ടായിരുന്നത്. ഈ അവസരം, അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള കണക്കുകൂട്ടലാകണം ഇന്ത്യയെ ഇക്കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി അടുക്കുന്നതിന് പ്രേരിപ്പിച്ചത്. മാത്രമല്ല തെക്ക് മധ്യേഷ്യൻ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യക്കൊപ്പം നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിനെ ചെറുക്കുന്നതിന് ഇന്ത്യയെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട രാജ്യം എന്ന നിലയിൽ ആ നിലയിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക, ദൃഢമാക്കുക, അതാണ് ഇന്ത്യയെ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സംബന്ധിച്ചൊക്കെ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഈ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യ പല സഹായങ്ങളും താലിബാൻ ഭരണകൂടത്തിന്, അത് മരുന്നുകൾ, ഗോതമ്പ്, അങ്ങനെ പല കാര്യങ്ങളും അവിടേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നയതന്ത്ര തലത്തിലുള്ള ഔദ്യോഗികമായ അംഗീകാരം ഇന്ത്യ നൽകിയിട്ടില്ല. റഷ്യയാണ് കഴിഞ്ഞ ദിവസം ആ നിലയിലുള്ള അംഗീകാരം നൽകിയത്. അവിടെ ആദ്യമായി ഒരു രാജ്യം താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നു, അവിടേക്കൊരു സ്ഥാനപതിയെ അയക്കുന്നതുമൊക്കെ റഷ്യയാണ്. മറ്റു രാജ്യങ്ങൾ ഇത് പിന്തുടരും എന്നാണ് റഷ്യ കണക്കുകൂട്ടുന്നത്. ഏതായാലും ഈ പ്രമേയം UN പൊതുസഭയിൽ കൊണ്ടുവന്നത് ജർമ്മനിയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പല കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥ നല്ലതല്ല. മാത്രമല്ല ആ ജനാധിപത്യ വ്യവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് പോയിട്ടില്ല താലിബാൻ ഭരണകൂടം. എതിരാളികളെ അടിച്ചമർത്തുന്ന സമീപനമാണ്. അവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ ആ ഭരണകൂടം എതിർക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UN പൊതുസഭയിൽ ജർമ്മനി ഈ പ്രമേയം കൊണ്ടുവന്നത്. 193 അംഗ സഭയിൽ 116 വോട്ടുകളാണ് പ്രമേയത്തിന് അനുകൂലമായി ലഭിച്ചത്. ഇന്ത്യ, റഷ്യ, ചൈന, ഇറാൻ തുടങ്ങി 12 രാജ്യങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ പാകിസ്ഥാൻ ഈ പ്രമേയത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ആ പ്രമേയത്തെ അവർ എതിർത്തു. അതേസമയം ഇസ്രയേലും അമേരിക്കയും ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ രണ്ടിനെതിരെ 116 വോട്ടുകൾക്കാണ് ഈ കരട് പ്രമേയം UN പൊതുസഭയിൽ പാസ്സായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് താലിബാൻ ഭരണകൂടവുമായി അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഇറാനിലെ ചബഹാർ തുറമുഖം വഴിയും റഷ്യയുമായുമൊക്കെയുള്ള വ്യാപാര ബന്ധത്തിന് ഏറ്റവും അത്യാവശ്യം അഫ്ഗാനിസ്ഥാനാണ്. പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതയാണ് വരും നാളുകളിൽ കാണുന്നത്. താങ്ക് യു ദിലീപ് കുമാർ. ഇനി നിരീക്ഷകൻ നാളെ എത്തും ഇതേ സമയം.